നിങ്ങളുടെ PF അക്കൗണ്ട് പാസ്വേഡ് നിങ്ങൾ മറന്നുപോയോ? PF അക്കൗണ്ട് പാസ്വേഡ് മറന്നുപോയതുകൊണ്ട് നിങ്ങൾക്ക് PF ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല, പൈസ വിഡ്രോൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ പഴയ മൊബൈൽ നമ്പർ ഇല്ലാത്തതുകൊണ്ട് OTP കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്ത് ചെയ്യാം? ഇങ്ങനത്തെ കേസസിൽ എന്ത് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് PFന്റെ പാസ്വേഡ് എങ്ങനെയാണ് നമ്മൾ മറന്നുപോയാൽ റീസെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ PF അക്കൗണ്ടിന്റെ മൊബൈൽ നമ്പർ എങ്ങനെയാണ് നമ്മൾ മാറ്റുക എന്നുള്ള ഈ വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. So this is Babu Madhusudanan. Welcome to Mallu Helpline. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ PF അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക എന്നാണ്. PF അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് നമ്മളൊരു ബ്രൗസറിൽ PF മെമ്പർ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യുക. സോ നമുക്ക് ആദ്യം കാണുന്ന വെബ്സൈറ്റ് യൂണിഫൈഡ് പോർട്ടൽ mem.epfindia.gov.in. സോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ലോഡ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. നമ്മളിതിൽ ഓക്കെ കൊടുത്തിട്ട് ഈ റൈറ്റ് സൈഡിൽ താഴെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ക്ലിക്ക് ചെയ്തത് നിങ്ങളുടെ UIN നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാൻ പറയും. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ എന്തായാലും ഈ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ ആ ഡീറ്റെയിൽസ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ കൊടുത്ത് വെരിഫൈ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ PFൽ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ പേരുള്ളത് ആ പേര് ഇവിടെ ക്ലിയർ ആയിട്ട് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മെയിലോ ഫീമെയിലോ ട്രാൻസ്ജെൻഡറോ സെലക്ട് ചെയ്ത് വെരിഫൈ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങളുടെ ഡീറ്റെയിൽസ് വെരിഫൈ ആയി കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരു ക്യാപ്ച നമ്പർ കൊടുക്കാൻ പറയും. ആ ക്യാപ്ച നമ്പർ മുകളിലുള്ളത് അതുപോലെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തിട്ട് വെരിഫൈ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് വാലിഡേറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും, ആധാർ നമ്പർ കാര്യങ്ങൾ. അതിനുശേഷം അവിടെ താഴെ ആധാറിൽ നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ. സോ ഈ ഒരു പരിപാടി നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാറിലുള്ള മൊബൈൽ നമ്പർ അറ്റ്ലീസ്റ്റ് ആക്റ്റീവ് ആയിരിക്കണം കേട്ടോ. സോ അതിൽ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യാൻ ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ഇവിടെ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തിട്ട് ഗെറ്റ് OTP എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ OTP സെൻഡ് ആയി കാണും. സോ ഇവിടെ ക്യാപ്ച നമുക്ക് വീണ്ടും അതുപോലെ ഒരു ക്യാപ്ച, മുകളിൽ കാണുന്ന ക്യാപ്ച അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് മൊബൈലിലേക്ക് വന്ന് OTP ഇവിടെ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് OTP ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ റീസെന്റ് OTP എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ OTP സെൻഡ് ആവുന്നതായിരിക്കും. സോ OTP നമ്മൾ കൊടുത്തിരിക്കുന്നത് വെരിഫൈ ആയി എന്ന് കാണിക്കുന്നുണ്ട്. OTP വെരിഫൈ ആയി. അതിനുശേഷം ഇവിടെ താഴെ നമ്മളുടെ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. നിങ്ങൾക്ക് എന്താണോ പാസ്വേഡ് ആയിട്ട് വേണ്ടത് ആ പാസ്വേഡ് എൻ്റർ ചെയ്യുക. താഴെയും പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ മൊത്തം മിനിമം 8 വേണ്ടി വരും എന്ന് വിചാരിക്കുന്നു. ഒരു ഫസ്റ്റത്തെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക, ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ, കുറച്ച് നമ്പർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. ഉദാഹരണം പറഞ്ഞപ്പോൾ സച്ചിൻ 123# ക്യാപിറ്റൽ ലെറ്റർ, അങ്ങനെയൊക്കെ നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ കൊടുത്ത പാസ്വേഡ് ക്ലിയർ ആയ നമ്മൾ മുന്നേ കൊടുത്ത പാസ്വേഡ് ഒന്നും യൂസ് ചെയ്യരുത്. പാസ്വേഡ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ചേഞ്ച് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ PFന്റെ പാസ്വേഡ് മാറ്റി കഴിഞ്ഞാൽ 24 മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ PFന്റെ പാസ്ബുക്ക് സൈറ്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇന്നാണ് ഈ വീഡിയോ കാണുന്ന സമയത്താണ് നിങ്ങൾ പാസ്വേഡ് മാറ്റുന്നതെങ്കിൽ നാളെ ഇതേ സമയം കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് പാസ്ബുക്കിന്റെ സൈറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഇതിൽ നിങ്ങൾക്ക് വീണ്ടും ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സോ ലോഗിനിലേക്ക് ലോഡ് ആവും. അത് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, നമ്മുടെ പാസ്വേഡ് മാറിയിട്ടുണ്ട്. ആ പാസ്വേഡ് മാറിയതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ആധാർ ബേസ്ഡ് മൊബൈൽ നമ്പർ കൊടുത്ത് വാലിഡേഷൻ ചെയ്തുകൊണ്ട് നമ്മളുടെ ഇപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഫാക്ടർ ഓതന്റിക്കേഷൻ ആയിട്ട് വരുന്ന മെസ്സേജ് വന്നിട്ട് ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ആ മൊബൈൽ നമ്പർ, നിങ്ങൾ കൊടുത്ത ആധാർ ബേസ്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കായിരിക്കും OTP വരിക. സോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ ആധാറിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയിരിക്കണം. അഥവാ നിങ്ങളുടെ ആധാറിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ആധാറിൽ നിങ്ങൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. ആ മൊബൈൽ നമ്പർ ആധാറിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആധാർ സേവാ കേന്ദ്രത്തിൽ തന്നെ പോകണം, അല്ലെങ്കിൽ അക്ഷയയിൽ തന്നെ പോകണം. അത് മാറിയതിനു ശേഷം അതിനുശേഷം നമുക്ക് ഈ ഒരു ഓപ്ഷൻ വഴി നമ്മൾ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മൊബൈൽ നമ്പർ മാറ്റി ഇതിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ വീണ്ടും നമ്മളുടെ UIN നമ്പറോട് എൻ്റർ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പുതിയ കൊടുത്ത പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. ക്യാപ്ച കൊടുത്ത് സൈൻ ഇൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് സെക്കൻഡ് ഫാക്ടർ ഓതന്റിക്കേഷൻ ഓൺ ആയിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ രജിസ്റ്റർ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് വീണ്ടും ക്യാപ്ച ഇവിടെ കൊടുക്കുന്നു. ക്യാപ്ച കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മളുടെ സൈറ്റ് നമുക്ക് ലോഗിൻ ആയി. ഈ ലോഗിൻ ആയാൽ നമുക്ക് സപ്പോസ് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാനേജ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പോവുക. കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ ചേഞ്ച് മൊബൈൽ നമ്പർ എന്ന് പറയുന്ന സെക്ഷൻ കണ്ടില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. നമ്മൾ ആധാറിൽ ലിങ്ക് ആയിരിക്കുന്ന മൊബൈൽ നമ്പർ വേണം ഇവിടെ എൻ്റർ ചെയ്യാൻ. എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് രണ്ടാമത് ആധാർ ലിങ്ക് ചെയ്ത് അതേ മൊബൈൽ ഇവിടെ എൻ്റർ ചെയ്ത് ഗെറ്റ് മൊബൈൽ OTP എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പുതിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP മെസ്സേജ് വരും. ആ OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ വീണ്ടും ഈ നമ്മളുടെ മൊബൈൽ നമ്പർ ഇവിടെ സൈറ്റിൽ ചേഞ്ച് ആവുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ഇമെയിൽ ഐഡിയുടെ പ്രൊസീജിയറും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളുടെ PF പാസ്വേഡ് മറന്നുപോയാൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യേണ്ടതും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമുക്ക് ഇതുപോലെ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.